ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 018/2020. ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ ആണ്. താഴെ പറയുന്ന സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നതേത്? താഴെ പറയുന്ന സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നതേത്? തൊൽക്കാപ്യം. തൊൽക്കാപ്യം തമിഴിലെ ഏറ്റവും പുരാതനമായ വ്യാകരണ ഗ്രന്ഥമായാണ് പരിഗണിക്കപ്പെടുന്നത്. ഇത് ഭാഷാ വ്യാകരണത്തോടൊപ്പം സാഹിത്യശാസ്ത്രവും വിശദീകരിക്കുന്നു. തൊൽകൊപ്പിയാർ എന്ന മഹർഷിയാണ് ഇത് രചിച്ചത്. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട് ജില്ലയിലെ മേപ്പാടിക്കു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സെന്റിനൽ റോക്ക് വാട്ടർഫാൾസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്? കുമ്മനം രാജശേഖരൻ 2018 മെയ് മാസത്തിലാണ് മിസോറാം സംസ്ഥാനത്തിന്റെ ഗവർണറായി ചുമതലയേറ്റത്. മിസോറാമിന്റെ 18ാമത് ഗവർണറായിരുന്നു അദ്ദേഹം. പിന്നീട് 2019 മാർച്ചിൽ അദ്ദേഹം ഈ പദവി രാജിവെക്കുകയായിരുന്നു. മിസോറാമിന്റെ ഇപ്പോഴത്തെ ഗവർണർ വിജയ് കുമാർ സിംഗ് ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായി കണക്കാക്കുന്നത് 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപമാണ്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്? ആനി ബസന്റ്. 1916 മെയ് മാസത്തിൽ പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷയായത് പ്രമുഖ ഹോം റൂൾ ലീഗ് നേതാവായ ആനി ബസന്റ് ആയിരുന്നു. ഇത് മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടക്കഘട്ടത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ സമ്മേളനമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ അതായത് അരയ സമുദായത്തിന്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനത്തിനായി 1907 പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് ബാലസമുദായ പരിഷ്കാരണി സഭ. ഇതാണ് പിന്നീട് അരയ സമാജം എന്ന പേരിലേക്ക് വികസിച്ചത്. തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്? 1949 ജൂലൈ 1. തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949 ജൂലൈ 1 ഈ ലയനത്തിന് ശേഷം പിന്നീട് 1956 നവംബർ 1 തിരുക്കൊച്ചിയും മലബാർ പ്രദേശവും ചേർത്ത് ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകൃതമായത്. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? KB മേനോൻ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ സായുധ പ്രതിരോധ നീക്കമായിരുന്നു കീഴരിയൂർ ബോംബ് കേസ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂർ എന്ന ഗ്രാമത്തിൽ വെച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കായി ബോംബുകൾ നിർമ്മിച്ചു എന്നതാണ് ഈ കേസ്. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? ഹീലിയം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ കാർബൺ എന്നിവ. ഹീലിയം ഒരു ഹരിതഗൃഹ വാതകം അല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഇടുക്കി.
ഇടുക്കി. കേരളത്തിൽ നിലവിൽ 6 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അവയിൽ 5 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം നാഷണൽ പാർക്ക്, ആനമുടി ചോല നാഷണൽ പാർക്ക്, മതികെട്ടാഞ്ചോല നാഷണൽ പാർക്ക്, പാമ്പാടും ചോല നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക്, അതുപോലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, അത് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. അപ്പോൾ അതിനാൽ 6 ദേശീയോദ്യാനങ്ങളിൽ 5 ഇടുക്കിയിലാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്ന ഈ നദിക്ക് ഏകദേശം 1465 കിലോമീറ്റർ നീളമുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള ത്രയംബകേശ്വരിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റീൽ പ്ലാന്റ് ആണ് ഇത്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് പണി കഴിപ്പിച്ചത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപത്താൽ രൂപം കൊണ്ട ഈ സമതല പ്രദേശമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കം. ഭൂമിയുടെ പ്രധാന പാളികളാണ് ഒന്ന് ഭൂവൽക്കം, ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഭൂവൽക്കം. പ്രധാനമായി 2 ഘടകങ്ങളാണുള്ളത്, ഒന്ന് സിയാലും ഒന്ന് സിമിയും. പിന്നെ രണ്ടാമത്തേത് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള രണ്ടാമത്തെ പാളിയാണ് മാൻഡിൽ. ഭൂമിയുടെ ആകെ വ്യാപ്തിയുടെ ഏകദേശം 84% ഭാഗം മാൻഡിലാണ്. മൂന്നാമത്തേത് കാമ്പ്. ഭൂമിയുടെ ഏറ്റവും ആന്തരിക ഭാഗം. 2 ഭാഗങ്ങളാണ് ഉള്ളത്, പുറംകാമ്പും അകക്കാമ്പും. പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും നിക്കലും. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം തിരുവനന്തപുരമാണ്. 2018 ജനുവരി 12 ആദ്യ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചി നഗരത്തിലെ പ്രധാന മനുഷ്യനിർമ്മിത ദ്വീപാണ്. 1930കളിൽ വേമ്പനാട് കായൽ ആഴം കൂട്ടുന്നതിനായി നടത്തിയ മണ്ണ് മാറ്റിയപ്പോൾ ഉണ്ടായതാണ് ഈ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയും അതുപോലെ സദേൺ നേവൽ കമാൻഡും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് വെല്ലിംഗ്ടണിന്റെ പേരിലാണ് ദ്വീപിന് പേര് നൽകിയത്. വെല്ലിംഗ്ടന്റെ പേരാണ് ദ്വീപ് നൽകിയത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിലുള്ള രാമേശ്വരം എന്ന തീരദേശ നഗരത്തിലാണ് 1931 ഒക്ടോബർ 15 ജനിച്ചത്. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? മലേഷ്യ. നിപ്പ വൈറസ് ബാധ ആദ്യമായി മനുഷ്യരിൽ കണ്ടെത്തിയത് 1998 കബുങ് സുങ്ങായി നിപ്പ എന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പേരായ നിപ്പ തന്നെയാണ് പിന്നീട് വൈറസിന് നൽകിയ പേര്. ഈ വൈറസിന് പ്രധാനമായും പഴംതന്നി വവ്വാലുകളിലൂടെയാണ് പകരുന്നത്. മനുഷ്യരിൽ ഗുരുതരമായ മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകാം. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരിത്രകാരൻ. വാലന്റിയൻ ഷിറോൾ.
ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ സർ വാലന്റൈൻ ഷിറോളാണ്. അദ്ദേഹം എഴുതിയ ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിലാണ് ഈ പരാമർശമുള്ളത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം, കൂടുതൽ വേഗതയേറിയതും സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസനമായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കാലഘട്ടം 2012 to 2017. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ്. 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസറിൽ വെച്ച് തണ്ണീർത്തട സംരക്ഷണ കരാർ ഒപ്പുവെച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ആചരിക്കുന്നത്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. നബാർഡ് പൂർണ്ണരൂപം എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ്. സ്ഥാപിതമായത് 1982 ജൂലൈ 12. ആസ്ഥാനം മുംബൈയാണ്. എന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷി മേഖലയ്ക്ക് ധനസഹായം നൽകുക, ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുക, ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾക്കും വായ്പാ പിന്തുണ നൽകുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യ സർക്കാരിന്റെയും സഹകരണത്തോടെ രൂപീകരിച്ച പ്രധാന വികസന ധനകാര്യ സ്ഥാപനമാണ് നബാർഡ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നു. വിൻവൈൻ കാറ്റിന്റെ ദിശ അറിയാൻ ഉപയോഗിക്കുന്നു. രസബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം അളക്കാൻ ഉപയോഗിക്കുന്നു. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2 2018 ജനുവരി 12 PSLV C-40 റോക്കറ്റ് ഉപയോഗിച്ചാണ് ISRO ഈ ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഈ ദൗത്യത്തോടെ ഇന്ത്യ ബഹിരാകാശത്ത് സ്വന്തമാക്കിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം 100 തികയുകയായിരുന്നു. ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കേരളം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത് രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ. ഇതൊരു സ്ഥിരം സഭയാണ്, പിരിച്ചുവിടാൻ കഴിയില്ല. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ലോക്സഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ, ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ സഭയാണ് ലോകസഭ. കാലാവധി 5 വർഷമാണ്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. ഭരണഘടനാപരമായ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 154 പ്രകാരം സ്ഥാപനത്തിന്റെ കാര്യനിർവഹണ അധികാരങ്ങൾ ഗവർണറിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ഗവർണർ അധികാരങ്ങൾ കൂടുതലായും മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് വിനിയോഗിക്കുന്നത്. യഥാർത്ഥ കാര്യനിർവഹണ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് സംസ്ഥാന ഭരണത്തിന്റെ യഥാർത്ഥ കാര്യനിർവഹണ അധികാരം വിനിയോഗിക്കുന്നത്. സംസ്ഥാന ഭരണത്തിന്റെ ദിനചര്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മന്ത്രിസഭയാണ്. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ. മൺസൂൺ സമ്മേളനം സാധാരണയായി എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ ആരംഭിച്ച് ഓഗസ്റ്റ് മാസത്തിൽ അവസാനിക്കുന്നു. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയാചാര്യനുമായ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മനാശ്രമം. കൊല്ലം ജില്ലയിലെ പന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭക്തനായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്?
കെ കേളപ്പൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയൻ ചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നുപോകുന്നു? ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നുപോകുന്നു? 8. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ആഗസ്റ്റ് 29. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള ഒരു പ്രത്യേക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇതിൽ ഒരു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കമ്മീഷൻ. ചുമതല എന്ന് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കുൻവർ സിംഗ്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏത്? ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏത്? 66A. കേസ് എന്ന് പറയുന്നത് ചരിത്രപ്രസിദ്ധമായ ശ്രേയ സിംഗാൾ വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിന്റെ വിധിയിലാണ് സുപ്രീം കോടതി ഈ വകുപ്പ് റദ്ദാക്കിയത്. കാരണം പറയുന്നത് വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ 66A വകുപ്പ് ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ 19(1)A ലംഘിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇന്റർനെറ്റിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ അപ്രിയമായതോ അപകീർത്തികരമായതോ ആയ സന്ദേശങ്ങൾ അയക്കുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഈ വകുപ്പ്. എന്നാൽ ഇതിലെ വാക്കുകൾ അവ്യക്തമാണെന്നും ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇത് പൂർണ്ണമായും നീക്കം ചെയ്തത്. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക് ഉട്ട്. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? കെ സച്ചിദാനന്ദൻ. 2017 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ജർമ്മനി. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. രക്തത്തിലുള്ള മാലിന്യങ്ങളെയും അധികമുള്ള ജലത്തെയും അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് വൃക്കകളാണ്. താഴെ പറയുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ഡിഫ്തീരിയ. ഇത് ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ക്ലോറിനോബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തുന്നത്. ഇത് പ്രധാനമായും തൊണ്ടയെയും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ ആണ്. 1687 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ
പ്രിൻസിപ്പിയ എന്ന പുസ്തകത്തിലാണ് ഈ 3 നിയമങ്ങളും വിശദീകരിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 48 ഇപ്പോൾ. 2026 നടക്കുന്ന ലോകകപ്പ് മുതൽ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം 48 ഉയർത്തി. മുൻപ് 32 ടീമുകളായിരുന്നു. 1998 മുതൽ 2022 വരെയുള്ള ലോകകപ്പുകളിൽ 32 ടീമുകളാണ് ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചത്. ഇനി അത് 48 ടീമുകൾ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ. ഒഡീഷയിലെ ജംഗ്സിപൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, പാരദ്വീപ് തുറമുഖം. മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് സമീപമാണ് ഇത് ഉള്ളത്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. കിതാബുൾ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരമാണ്? കിതാബുൾ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ്? ഇബൻ ബത്തൂത്ത. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായ ഇബൻ ബത്തൂത്തയുടെ പ്രശസ്തമായ യാത്രാ വിവരണ ഗ്രന്ഥമാണ് കിതാബുൾ റഹ്ല. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? സ്പെയിൻ. സ്പെയിനിലെ ഒരു സ്വയംഭരണ പ്രദേശമാണ് കാറ്റലോണിയ. 2017 ഒക്ടോബറിലാണ് ഈ പ്രദേശത്ത് സ്വാതന്ത്ര്യത്തിനായുള്ള ഹിതപരിശോധന നടന്നത്. എന്നാൽ സ്പെയിനിലെ ഭരണഘടനാ കോടതി ഇത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും തടയുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? വിശ്വാസപൂർവം മൻസൂർ. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷൻ തലവനാര്? കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷൻ തലവനാര്? NK സിംഗ്. താഴെ പറയുന്നതിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത്? പന്നിയൂർ. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പ്, ആലപ്പുഴയിലെ മങ്കൊമ്പിൽ, അതുപോലെ എറണാകുളത്തെ വൈറ്റില, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, ആലപ്പുഴയിലെ കായംകുളം എന്നിവിടങ്ങളിലാണ്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിൽ സ്ഥിതി ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത്? ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത്? സ്വജൽധാര പദ്ധതി. ആറ്റത്തിൽ ചാർജില്ലാത്ത കണം. ന്യൂട്രോൺ ചാർജ് ഒന്നും ഇല്ലാത്ത കണിക. അതുപോലെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള കണിക, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള കണിക. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ പദവി വഹിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയാൽ സംഖ്യകൾ ഏവ? സംഖ്യകളുടെ അംശബന്ധം 3:5. അപ്പൊ സംഖ്യകളെ 3x 5x എന്ന് എടുക്കാം. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അപ്പൊ 5x - 3x = 10. 5x - 3x എന്ന് പറയുമ്പോൾ 2x. 2x = 10. x = 10/2. x = 5.
അപ്പോൾ എക്സ് 5 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 3x എന്ന് പറയുമ്പോൾ 3 × 5 15. രണ്ടാമത്തെ സംഖ്യ 5x 5 × 5 25. അപ്പോൾ 15ഉം 25ഉം. ആൻസർ ഓപ്ഷൻ ഡി 15 25. 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? ദശാംശ രൂപത്തിലാക്കുമ്പോൾ 6/8 എന്ന് പറയുമ്പോൾ 0.75 എന്ന് വരും. അതുപോലെ 1/2 0.5, 5/6 ആക്കുമ്പോൾ 0.83, 3/5 എന്ന് പറയുമ്പോൾ 0.6, 5/9 എന്ന് പറയുമ്പോൾ 0.55 എന്ന് കിട്ടും. 6/8 0.75 ആണ്. 5/6 ചെയ്യുമ്പോൾ 0.83 ആണ്. അപ്പൊ വലുത് 5/6. 5/6. 5, 14, 27, 44 ഈ ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏത്? 5, 14, 27, 44 അടുത്ത സംഖ്യ. 14 - 5 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 27 - 14 എന്ന് പറയുന്നത് 13 ആണ്. 44 - 27 എന്ന് പറയുന്നത് 17. അപ്പോൾ ഡിഫറൻസ് വന്നത് 9, 13, 17. വ്യത്യാസങ്ങൾ വന്നത് 9, 13, 17 ആണ്. ഓരോ സംഖ്യയിലും 4 വീതം കൂടുന്നത്. അതായത് 9 ആണ്. പിന്നെ 9 + 4 13, 13 + 4 17. അങ്ങനെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് 4 വീതം കൂടുകയാണ്. അപ്പൊ അടുത്ത സംഖ്യ ആകുമ്പോൾ 17 കൂടെ 4 കൂട്ടിയ 21. വ്യത്യാസം 21 വരണം. അപ്പൊ 44 കൂടെ 21 ആഡ് ചെയ്യുമ്പോൾ 65. ഓപ്ഷൻ സി 65. ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തുക. 71, 83, 85, 87, 89, 91. ആൻസർ കീ പ്രകാരം അതിന്റെ ഒറ്റ എന്ന് പറയുന്നത് 85 ആണ്. ഡെത്ത് എന്ന വാക്കിനെ EGDXM എന്ന് എഴുതാം എങ്കിൽ ലൈഫിനെ എങ്ങനെ എഴുതാം? DEATH. ഡി അതിന് EXDGM എന്ന്. EGDXM എന്ന് എഴുതണം. ഡി എന്നുള്ളതിന് ഇ. ഡി കൂടെ +1. ഡി കഴിഞ്ഞാൽ ഇ +1 ഇ. അടുത്തത് ഇ എന്നുള്ളതിന് +2. ഇ കഴിഞ്ഞാൽ FG. രണ്ടാമത്തത് ജി ആണ്. അങ്ങനെ +1, +2, +3, +4, +5 അങ്ങനെ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് മറ്റേ ഡെത്ത് എന്നുള്ളതിനെ EGDX എന്ന് എഴുതുന്നത്. അതുപോലെ ലൈഫിനെ നമുക്ക് L കൂടെ 1 കൂട്ടുമ്പോൾ M, പിന്നെ I കൂടെ 2 കൂട്ടുമ്പോൾ K, F കൂടെ 3 കൂട്ടുമ്പോൾ I, E കൂടെ 4 കൂട്ടുമ്പോൾ I. അപ്പൊ MKII എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. എ ബിയുടെ മകനാണ്, സിയുടെ മകളാണ് ഡി. ബി ഡിയെ വിവാഹം ചെയ്താൽ എക്ക് സിയുമായുള്ള ബന്ധം എന്ത്? ഡി എയുടെ അമ്മയാകാം. ഡി എയുടെ അമ്മയാണ്. കാരണം ബി ആണ് എയുടെ അച്ഛൻ. ഡി സിയുടെ മകളായതിനാൽ സി എയുടെ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയാകുന്നു. അപ്പോൾ എ സിയുടെ പേരക്കിടാവ്. ഓപ്ഷൻ ബി പേരക്കിടാവ്. 8% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് ഒരാൾ 50,000 രൂപ കടമെടുത്തു. 1-ാം വർഷ അവസാനം 20,000 രൂപ തിരിച്ചടച്ചു. 2-ാം വർഷം ആരംഭം പലിശ 10% വർദ്ധിച്ചു. 2 വർഷം കഴിഞ്ഞ അയാൾ എന്ത് തുക തിരിച്ചടയ്ക്കണം? ആദ്യ തുക എന്ന് പറയുന്നത് 50,000 ആണ്. 1-ാം വർഷ പലിശ എന്ന് പറയുന്നത് 8% ആദ്യ വർഷാവസാനത്തിലെ പലിശ കണക്കാക്കുന്നത് 50,000-ന് 8% പലിശ. അപ്പൊ 50,000 × 8/100 പറയുമ്പോൾ 4,000. 4,000 ആണ് പലിശ. അപ്പൊ 1-ാം വർഷം മൊത്തം അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 50,000 + 4 54,000 എന്ന് കിട്ടും. 20,000 എന്നിട്ട് തിരിച്ചടച്ചു. 54,000-ന് 20,000 തിരിച്ചടച്ചാൽ അപ്പൊ ബാക്കി 34,000. ഇനി ബാങ്കിന് കൊടുക്കാനുള്ളത് 34,000 ആണ്. അപ്പൊ 2-ാം വർഷത്തെ പലിശ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ 34,000-ന്റെ 10% എന്ന് പറയുന്നത് 3,400 ആണ്. അപ്പൊ 2-ാം വർഷം അവസാനത്ത് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് 34,000 കൂടെ പലിശ 3,400 മൈനസ് ചെയ്യാം, മൈനസിൽ ആഡ് ചെയ്യാം. അപ്പോൾ 37,400. അപ്പൊ ആൻസർ വന്നത് 37,400 രൂപ. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി ഭാരം 30 കിലോഗ്രാം ആണ്. ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഭാരം 32 കിലോഗ്രാമായി മാറി. എന്നാൽ 12-ാമത്തെ കുട്ടിയുടെ ഭാരം എത്ര? കുട്ടികളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 30 കിലോഗ്രാം ആണ്. 11 കുട്ടികളുടെ ആകെ ഭാരം എന്ന് പറയുന്നത് 11 കുട്ടികളുടെ ആകെ ഭാരം എന്ന് 11 × 30 330 കിലോഗ്രാം എന്ന് കിട്ടും. ഒരു കുട്ടി കൂടി വന്നപ്പോൾ ആകെ കുട്ടികൾ എന്ന് പറയുന്നത് 12 ആയി. പുതിയ ശരാശരി എന്ന് പറയുമ്പോൾ
പറഞ്ഞിട്ട് 32 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12 കുട്ടികളുടെ ആകെ ഭാരം എന്ന് പറയുന്നത് 12 × 32 384 കിലോഗ്രാം എന്ന് കിട്ടും. അതിനാൽ 12ാമത്തെ കുട്ടിയുടെ ഭാരം എന്ന് പറയുന്നത് 384 330 കുറയ്ക്കുക. അപ്പൊ 54 കിലോഗ്രാം എന്ന് കിട്ടും. 54 കിലോഗ്രാം. SSLC പരീക്ഷയിൽ ഒരു സ്കൂളിൽ കണക്കിന് 20% കുട്ടികളും സോഷ്യൽ സ്റ്റഡീസിന് 10% കുട്ടികളും തോറ്റു. 5% കുട്ടികൾ 2 വിഷയത്തിനും തോറ്റു എങ്കിൽ ആ സ്കൂളിലെ വിജയ ശതമാനം എത്ര? കണക്കിന് തോറ്റവർ എന്ന് പറയുന്നത് 20%, സോഷ്യൽ സ്റ്റഡീസിന് 10%, 2 വിഷയത്തിനും തോറ്റവർ എന്ന് പറയുന്നത് 5%. കുറഞ്ഞത് ഒരു വിഷയത്തിലെങ്കിലും തോറ്റവർ എന്ന് പറയുമ്പോൾ 20 + 10 - 5. 20 + 10 30. 30 - 5 25%. അപ്പോൾ കുറഞ്ഞത് ഒരു വിഷയത്തിനെങ്കിലും തോറ്റവർ എന്ന് പറയുന്നത് 25%. അപ്പോൾ വിജയിച്ചത് എന്ന് പറഞ്ഞാൽ 100 - 25 പോയ 75%. ഒരു ക്ലോക്കിൽ 7 മണി അടിക്കുവാൻ 7 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ 10 മണി അടിക്കുവാൻ എത്ര സമയമെടുക്കും? ഒരു ക്ലോക്കിൽ 7 മണി അടിക്കാൻ 7 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ 10 മണി അടിക്കാൻ എത്ര സമയം എടുക്കും? 7 മണി അടിക്കുമ്പോൾ മണികളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. പക്ഷെ സമയം കണക്കാക്കുന്നത് ഇടവേളകൾ ഉപയോഗിച്ചാണ്. 7 മണി അടിക്കുമ്പോൾ ഇടവേളകൾ എന്ന് പറയുന്നത് 7 - 1 എന്ന് പറയുന്നത് 6 ആണ്. 6 ഇടവേളയ്ക്ക് ശേഷം 7 സെക്കൻഡ്. അപ്പോൾ ഒരു ഇടവേളയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് 6 ഇടവേളയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് 7 സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് 7/6 സെക്കൻഡ് ആണ്. 10 മണി അടയ്ക്കുമ്പോഴുള്ള ഇടവേളകൾ എന്ന് പറയുന്നത് 10 - 9 = 9. 10 മണി അടയ്ക്കുമ്പോഴുള്ള ഇടവേള എന്ന് പറഞ്ഞാൽ 10 1 പോയ 9. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9ന്റെ 7/6 കാണണം. 9 × 7/6 എന്ന് പറഞ്ഞാൽ 10.5 സെക്കൻഡ്. ഒരാൾ കണ്ണൂരിൽ നിന്നും 45 km/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു ബസ്സിൽ യാത്ര തിരിക്കുകയും 6 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തിച്ചേരുകയും ചെയ്തു. തിരിച്ച് 5 മണിക്കൂർ കൊണ്ട് കാറിൽ പോകാൻ തീരുമാനിച്ചു. 5 മണിക്കൂർ കൊണ്ട് കണ്ണൂർ എത്തണമെങ്കിൽ കാറിന്റെ വേഗത എത്രയായിരിക്കണം? ബസ്സിന്റെ വേഗത എന്ന് പറയുന്നത് 45 km/മണിക്കൂർ ആണ്. എറണാകുളത്ത് എത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് 6 മണിക്കൂർ. അപ്പോൾ കണ്ണൂർ മുതൽ എറണാകുളം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 45 × 6 270 കിലോമീറ്റർ. അപ്പോൾ 270 കിലോമീറ്റർ ദൂരം 5 മണിക്കൂറിൽ എത്തണം. അതിനാൽ കാറിന്റെ വേഗത 270/5 54 km/h. 54. ആൻസർ ഓപ്ഷൻ സി. 3:0 + 3:1 + 3:2 + 3:3 + 3:4 = x² ആയാൽ x എത്ര? 3:0 എന്ന് പറയുമ്പോൾ 1. 3:1 എന്ന് പറയുമ്പോൾ 3. 3:2 എന്ന് പറയുമ്പോൾ 9. 3:3 എന്ന് പറയുമ്പോൾ 27. 3:4 എന്ന് പറയുമ്പോൾ 81. അപ്പോൾ 1 + 3 + 9 + 27 + 81 = 121 എന്ന് കിട്ടും. അപ്പോൾ 121 = x². x² ആണ് 121. അപ്പോൾ x എന്ന് പറയുന്നത് 11. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇന്ന് കഴിഞ്ഞ് വരുന്ന 100ാമത്തെ ദിവസം ഏതാഴ്ചയായിരിക്കും? ഇന്ന് ശനിയാഴ്ചയാണ്. ഓക്കെ. ആഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പൊ 100 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ 100 ഹരിക്കണം 7 14 ആഴ്ച. ഇഷ്ടം 2 ഉണ്ട്. അപ്പൊ 2 ദിവസം 14 ആഴ്ചയും 2 ദിവസവും. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ 2 ദിവസം ആഡ് ചെയ്യണം. അപ്പോൾ ഞായർ തിങ്കൾ. ആൻസർ വന്നത് തിങ്കൾ. 0.1 × 0.1 × 0.01 × 0.01 = 10⁻x ആയാൽ എക്സിന്റെ വില എന്ത്? 0.1 × 0.01 എന്ന് പറയുമ്പോൾ 0.001 എന്ന് കിട്ടും. അവിടെ താഴെ 0.01 × 0.01 എന്ന് പറയുമ്പോൾ 0.30 പോയിന്റ് കഴിഞ്ഞിട്ട് 301. അപ്പോൾ 0.0 മുകളിൽ 201 / താഴെ 30 0.0001 എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ 10⁻x ആണ് 10. 10⁻x 10 എന്ന് പറയുമ്പോൾ 10⁻1.
അപ്പോൾ 10⁻1 അപ്പൊ എക്സ് എന്നുള്ളത് എന്താണ് 1 ആണ്. എക്സ് ഈക്വൽ ടു 1. ആൻസർ ഓപ്ഷൻ എ. 20 വർഷം മുൻപ് രാധയുടെ വയസ്സ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെ പകുതിയായാൽ അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അത് PSC ആൻസർ കീഴിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 30. ഒരു മത്സരയോട്ടത്തിൽ ഫിനിഷിംഗ് പോയിന്റിന് 200 മീറ്റർ അകലെ വരെ ലാലുവും രാമുവും ഒപ്പം ഓടിയെത്തി. പിന്നീട് അങ്ങോട്ട് 100 മീറ്റർ ലാലു ഓടിയപ്പോൾ രാജു 80 മീറ്റർ മാത്രമേ പിന്നിട്ടുള്ളൂ. എങ്കിൽ ലാലു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ രാമു എത്ര ദൂരം പിന്നിലായിരിക്കും? ലാലുവും രാമുവും ഒരേ സ്ഥാനത്ത് നിന്ന് ഒരുമിച്ച് ഓടിത്തുടങ്ങി. ഒരു ഘട്ടത്തിൽ ലാലു 100 മീറ്റർ ഓടുമ്പോൾ രാമു 80 മീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലാലു 100 മീറ്റർ ഓടുമ്പോൾ രാമു 80 മീറ്റർ. അപ്പൊ അവരുടെ വേഗതയുടെ അനുപാതം എന്ന് പറയുന്നത് 100:80. 100:80 പറയുമ്പോൾ 5:4. ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ ബാക്കി ദൂരം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ 200 മീറ്റർ ബാക്കി 200 മീറ്റർ ആണ്. ലാലു 200 മീറ്റർ ഓടുമ്പോൾ രാമു ഓടുന്ന ദൂരം എന്ന് പറയുന്നത് ലാലു 200 മീറ്റർ ഓടുമ്പോൾ രാമു ഓടുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 5:4 ആണ്. അപ്പോൾ രാമു എന്ന് പറയുന്നത് 4/5. 200ന്റെ 4/5. അപ്പൊ 200 ഇൻറ്റു 4/5 എന്ന് പറയുന്നത് 160 മീറ്റർ. അപ്പോൾ രാമുവിന് ഇനി ബാക്കി എന്ന് പറയുന്നത് 200ന്ന് 160 കുറയ്ക്കുക. 200ന്ന് 160 കുറയ്ക്കുമ്പോൾ 40 മീറ്റർ. സന്ദീപും രാഘവും കൂടി ഒരു ജോലി 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സന്ദീപിന് തനിയെ ആ ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. സന്ദീപും രാഘവും കൂടി ആ ജോലി 2 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ സന്ദീപ് അവധിയെടുത്തു. രാഘവ് ബാക്കിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? സന്ദീപും രാഘവും ചേർന്ന് ജോലി തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 ദിവസമാണ്. അതിനാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/4 ആണ്. സന്ദീപ് തനിച്ച് ജോലി തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 ദിവസം. സന്ദീപ് തനിച്ച് ജോലി തീർക്കുന്ന സമയം എന്ന് പറയുന്നത് 6 ദിവസം. അതിനാൽ സന്ദീപിന്റെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പോൾ രാഘവന്റെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് അവര് ഒരുമിച്ച് 1/4 ആണ്. 1/4. അപ്പൊ 1/4ന്ന് സന്ദീപിന്റെ ഒരു ദിവസത്തെ ജോലി മൈനസ് ചെയ്യുക. അപ്പൊ രാഘവന്റെ ഒരു ദിവസത്തെ ജോലി കിട്ടും. 1/4ന്ന് 1/6 മൈനസ് ചെയ്യുക. LCM 12 എടുക്കുക. അപ്പൊ 3 - 2 / 12 എന്ന് കിട്ടും. 3 - 2 1 1/12. അപ്പൊ രാഘവന്റെ ഒരു ദിവസത്തെ ജോലി 1/12 എന്ന് കിട്ടി. അതിനാൽ രാഘവ് ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 12 ദിവസമാണ്. സന്ദീപ് 6 ദിവസവും രാഘവ് 12 ദിവസം എന്നും കിട്ടി. ഇപ്പോൾ ഇരുവരും ചേർന്ന് 2 ദിവസം ജോലി ചെയ്തു. ഒരു ദിവസത്തെ ചേർന്ന ജോലി എന്ന് പറയുന്നത് 1/4 ആണ്. 2 ദിവസത്തെ ചെയ്ത ജോലി കണക്കാക്കണം. 2 ദിവസത്തെ ചെയ്ത ജോലി എന്ന് പറയുന്നത് 2 ഇൻറ്റു 1/4. 2 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 1/2 എന്ന് കിട്ടും. 2 ദിവസത്തെ ചെയ്ത ജോലി എന്ന് പറയുന്നത് 1/2. അപ്പൊ ബാക്കി ജോലി എന്ന് പറയുമ്പോൾ 1ന്ന് 1/2 മൈനസ് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പൊ രാഘവ് ഒരു ദിവസം ചെയ്യുന്നത് 1/12 ആണ്. അപ്പോൾ അതിന് 1/2 ജോലി ചെയ്യാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 1/2 ഡിവൈഡഡ് ബൈ 1/12 ചെയ്യാം. 1/2 ഡിവൈഡഡ് ബൈ 1/12 വിൽക്രമം ഇട്ടിട്ട് ചെയ്യാം. 1/2 ഇൻറ്റു 12/1. 2ഉം 12ഉം വിട്ട് 6. അപ്പൊ 6 ദിവസം എന്ന് കിട്ടും. ആൻസർ വരുന്നത് 6 ദിവസം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 2n+3 ആണ്. 87 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്? എന്നാം പദം. 2n+3. അപ്പൊ 2n+3 ഈക്വൽ ടു 87. 2n+3 ഈക്വൽ ടു 87. 3നെ അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ 2n ഈക്വൽ ടു 87 - 3 84. അപ്പൊ n ഈക്വൽ ടു 84/2. 84/2 എന്ന് പറയുമ്പോൾ 42. ഒരു ചതുരത്തിന്റെ നീളം 40 സെന്റിമീറ്റർ വീതി ഒരു ചതുരത്തിന്റെ നീളം 40 സെന്റിമീറ്റർ, വീതി 30 സെന്റിമീറ്റർ. ഈ ചതുരത്തിന്റെ 4 മൂലയിൽ നിന്നും 3 സെന്റിമീറ്റർ വശമുള്ള ഓരോ സമചതുരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ഭാഗത്തിന്റെ വിസ്തീർണം എത്ര? ആദ്യത്തെ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി 40 × 30 1200 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓരോ മൂലയിൽ നിന്നും 3 സെന്റിമീറ്റർ വശമുള്ള സമചതുരം മുറിച്ചു മാറ്റുന്നു. അപ്പോൾ ഒരു ചെറിയ സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ഇതാണ് മുറിക്കുന്നത്. അപ്പൊ 3 × 3 9. അങ്ങനെ 4 എണ്ണം മുറിച്ചു മാറ്റും. അപ്പൊ 4 × 9 ഒരെണ്ണത്തിന്റെ 9. അപ്പൊ 4 × 9 36. അതിനാൽ ബാക്കിയുള്ള ഭാഗത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്
1200 36 മൈനസ് ചെയ്യുക. അപ്പൊ 1164 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. പാദവക്ക് 12 സെന്റിമീറ്റർ, ഉയരം 18 സെന്റിമീറ്റർ എന്നീ അളവുകളുള്ള ഒരു സമചതുര സ്തംഭത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര സ്തൂപികയുടെ വ്യാപ്തം എന്ത്? പിരമിഡാണ്. അപ്പോൾ സമചതുരത്തിന്റെ പാദവക്ക് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ, ഉയരം h എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ. അപ്പൊ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 a² h ആണ്. 1/3 a² h. അപ്പോൾ 1/3 a എന്ന് പറയുന്നത് 12 ആണ്. 12 സ്ക്വയർ ഇൻറ്റു 18. h എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ 1/3 ഇൻറ്റു 12 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 144. 144 ഇൻറ്റു 18. 3ഉം 18ഉം വെട്ടുമ്പോൾ 6. അപ്പൊ 144 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 864 ഘന സെന്റിമീറ്റർ എന്ന് കിട്ടും. She dances gracefully. Dash question mark. Option B. Doesn't she? The woman you saw with me yesterday is dash aunt of mine. Option C. Anne. Ram said to his friend, where is the cinema hall? Choose the correct indirect speech. Option B. Ram asked his friend where the cinema hall was. The factory waste had polluted the river. Choose the correct passive form from the following. Option B. The river had been polluted by the factory waste. If I had won the game, I dash you a party. Option C. Would have been given. I dash never dash to Simla. Option B. Have been. Twilight is the dash book I have ever read. Option A. Most interesting. Pick out the adverb from the following sentence. Shreya sang melodiously at the function. Option B. Melodiously. She has been waiting here dash 6 o'clock. Option C. Since. The principal was invited all of dash for dinner tonight. Option A. Us. Find out the opposite of the word confront. Option C. Divide. Find out the synonym of the given word. Eminent. Option B. Distinguished. Find out the word with the correct spelling. Option C. Temporary. The life history of a person written by another person. Biography. Select the most suitable collective noun. A band of. She dashed her father in her talents in a music. Option B. Takes after. Please don't dash any reward from the company. Option C. Expect. Find out the meaning of the Bono contention from the given options. Answer on the option B. An issue over which there is a continuing disagreement. Which of the following is not a compound word? Option D. Cucumber. The staff of this office are extremely good, intelligent, and competent. Thank you.